ശബരിമല മാലിന്യമുക്തമാക്കാനുള്ള പവിത്രം ശബരിമല പദ്ധതിയും നിർജീവമാണ്. മണ്ഡലകാലം ആരംഭിച്ചിട്ടും പവിത്രം ശബരിമല പദ്ധതി തുടങ്ങാതെ ദേവസ്വം ബോർഡ്. പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് പകരം ഇടത് സർക്കാർ പ്രഖ്യാപിച്ചതാണ് പവിത്രം ശബരിമല. ഇരുമുടിയിലടക്കം എത്തുന്ന പ്ലാസ്റ്റിക് ശബരിമലയ്ക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുമ്പോൾ ആണ് ദേവസ്വം ബോർഡിന്റെ ഈ കുറ്റകരമായ അനാസ്ഥ. അയ്യന്റെ പൂങ്കാവനത്തെ പരമപവിത്രമായി കാത്തു സൂക്ഷിക്കാനായി വിഭാവനം ചെയ്ത പദ്ധതി പുണ്യം പൂങ്കാവനം പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പ്രശംസിച്ച പദ്ധതി. പക്ഷേ ആ പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പേരിലോ ബോർഡിലോ പോലുമില്ലാതെ ശബരിമലയിൽ നിന്നും പുണ്യം പൂങ്കാവനം പദ്ധതിയെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഒരു പതിറ്റാണ്ടോളം കേരള പോലീസ് ഭക്തരെ ചേർത്ത് മികച്ച രീതിയിൽ കൊണ്ടുപോയിരുന്ന പദ്ധതിയായിരുന്നു ഇത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കിടയിൽ വരെ കാനനക്ഷേത്രമായ ശബരിമലയിലേക്ക് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നതിന്റെ വിപത്തിനെക്കുറിച്ച് വിപുലമായ പ്രചരണം ഇവർ നടത്തിയിരുന്നു. പോലീസ് തലപ്പത്തെ ചേരിപ്പോരും CPMന്റെ അതിർത്തിയുമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി അട്ടിമറിക്കാനുള്ള പ്രധാന കാരണം. പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് ബദലായി ദേവസ്വം ബോർഡ് ഒരുക്കിയ പദ്ധതിയാണ് പവിത്രം ശബരിമല. പവിത്രം ശബരിമലയും ഈ മണ്ഡലകാലത്ത് നിർജീവമാണ്. വൃശ്ചികം 1 മുതൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ പവിത്രം ശബരിമല പദ്ധതിയുടെ ഭാഗമായി ശുചീകരണം ആരംഭിക്കേണ്ടതാണ്. ഇക്കുറി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. പദ്ധതികൾ ഇങ്ങനെ പേരിൽ മാത്രം ഒതുങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെ നിർബാധം മലകയറി ശബരിമലയിലേക്ക് എത്തുന്നു. ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കി. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം.